ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. കോപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിപ്പിക്കുന്നു എന്നും ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ അവരെ അപമാനിക്കുകയോ ചെയ്യുന്നത് ന്യായവിധിയിലേക്ക് നയിക്കും എന്ന് യേശു ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു. ആരെയെങ്കിലും നിസ്സാരൻ എന്ന് വിളിച്ചാൽ അത് അക്കാലത്ത് ഗുരുതരമായ അപമാനമായിരുന്നു. അതിന് ആ വ്യക്തി കോടതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിച്ചാലോ അത് അതിലും വലിയ അവഹേളനമാണ്. ഇത് വലിയ അനന്തരഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. ആത്മീയമായ അപകടത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകാം. കോപവും പരുഷമായ വാക്കുകളും ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും എന്ന് യേശു പഠിപ്പിക്കുന്നു. കോപം നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നതിന് പകരം മറ്റുള്ളവരോട് ദയയും ക്ഷമയും സ്നേഹവുമുള്ളവരായിരിക്കുവാൻ യേശു നമ്മെ വിളിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നോമ്പുകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.